ഇഷ്ടം മാത്രം ഭാഗം 17. പല്ലവിയുടെ മിഴികൾ നിറഞ്ഞു തുളുമ്പിയിരിക്കുന്നു. മുറിയിലെ വാതിൽക്കലിൽ നിന്നും മഹി താഴേക്കൊന്ന് നോക്കി. കൃഷ്ണൻ സോഫയിലിരിക്കുന്നുണ്ട്. മാധവി നല്ലൊരു അടി പല്ലവിക്ക് കിട്ടും എന്ന പ്രതീക്ഷയിൽ മുകളിലേക്ക് തന്നെ നോക്കി നിൽക്കുന്നു. അത് കണ്ടപ്പോൾ മഹി പല്ലവിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് അകത്തേക്ക് കൊണ്ടുപോയി മുറിയുടെ വാതിലടച്ചു. എന്തെങ്കിലുമൊക്കെ നടക്കുമെന്ന് പ്രതീക്ഷിച്ച് ചെറുചിരിയോടെ കാത്തുനിന്നിരുന്ന മാധവിയുടെ മുഖത്തെ പ്രകാശം മങ്ങി. വാതിലടച്ച് തിരിഞ്ഞു നിന്ന് മഹി പല്ലവിയെ ഒന്ന് നോക്കി. കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി തലകുനിച്ചു നിൽക്കുന്ന പല്ലവിയെ കണ്ടതും വലിഞ്ഞു മുറുകിയ അവൻ്റെ മുഖത്തെ പേശികൾക്ക് അയവ് വന്നു. താമരപ്പൂമുട്ടുപോലെയുള്ള അവളുടെ മുഖം വാടിയിരിക്കുന്നു. അവൻ പതിയെ അവൾക്കരികിലെത്തി ആ മുഖം പിടിച്ചുയർത്തി. അവൾ നിറഞ്ഞ മിഴിയോടെ തന്നെ അവനെ നോക്കി. അവൻ അവളുടെ മുഖം തൻ്റെ കൈക്കുമ്പിളിലാക്കി. പിന്നെ ആ കണ്ണുകളിലേക്ക് തൻ്റെ ചുംബനമർപ്പിച്ചു. പല്ലവിക്ക് വിശ്വസിക്കാനായില്ല. അവൾ ആകെ പകച്ച് മഹിയെ തന്നെ നോക്കി നിന്നു. തൻ്റെ കവിളിലേക്ക് ആഞ്ഞൊരു പ്രഹരമാണ് അവൾ പ്രതീക്ഷിച്ചത്. അവൻ ഉച്ചത്തിൽ തൻ്റെ പേര് വിളിച്ചുകൊണ്ട് മുകളിലേക്ക് വരുന്നത് കണ്ടപ്പോൾ പല്ലവി ഇതൊന്നുമല്ല പ്രതീക്ഷിച്ചത്. അമ്മ പറഞ്ഞപ്പോഴേക്കും ഞാൻ തന്നെ തെറ്റിദ്ധരിക്കുമെന്നാണോ താൻ കരുതിയത്? ഇപ്പോഴത്തെ ഈ മഹിക്ക് അതിനാവില്ല മോളെ. അവൻ പതിഞ്ഞ സ്വരത്തിൽ അവളെ തന്നിലേക്ക് ചേർത്തുകൊണ്ട് പറഞ്ഞു. മഹിക്ക് അവളോട് തോന്നിയിരുന്ന അവജ്ഞയെല്ലാം മാറി. താൻ അവളെ പ്രേമിക്കുകയാണ് എന്ന് പലപ്പോഴും മഹിക്ക് തോന്നിയിട്ടുണ്ട്. അത് സത്യമാണ് എന്ന് തെളിഞ്ഞ നിമിഷമായിരുന്നു അത്. അവളോട് തനിക്ക് പ്രത്യേകമൊരു താല്പര്യം തോന്നുന്നു. അവളെ കാണുമ്പോൾ മനസ്സിലൊരു വസന്തകാലം വിരിയും പോലെ. അവൻ അവളുടെ വാടിയ മുഖത്തേക്ക് കുറച്ച് നിമിഷം നോക്കി നിന്നു. അമ്മ പറഞ്ഞതൊക്കെ ഞാൻ വിശ്വസിച്ചെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ പല്ലവി? അങ്ങനെ ഒരു കാലമുണ്ടായിരുന്നു. എന്നാൽ എനിക്കറിയാം നീ എന്നെ മാത്രം മനസ്സിൽ കൊണ്ട് നടക്കുന്നവളാണെന്ന്. എനിക്ക് നിന്നെക്കുറിച്ച് ഒരു തെറ്റിദ്ധാരണയുമില്ല. ഒരാളുടെ കൂടെ കാറിൽ നിന്നും ഇറങ്ങി വന്നാൽ അതിന് വേറെ അർത്ഥം കണ്ടെത്തുന്നവനൊന്നുമല്ല ഞാൻ. തൻ്റെ കാതിൽ വീണ കാര്യങ്ങൾ കേട്ടപ്പോൾ വിശ്വസിക്കാനാകാതെ പല്ലവി അവൻ്റെ മുഖത്തേക്ക് തന്നെ സൂക്ഷിച്ചു നോക്കി. അതെല്ലാം യാഥാർത്ഥ്യമാണെന്ന് വിശ്വസിക്കാൻ തന്നെ പ്രയാസം. സ്വാതി കൂടി നിർബന്ധിച്ചപ്പോഴാണ് ഞാൻ കയറിയത്. ഒറ്റയ്ക്കാണെങ്കിൽ എത്ര വൈകിയാലും ഞാൻ ബസ്സിനെ വരൂ. അവൾ തേങ്ങി. അമ്മ അതിന് ഇങ്ങനെയൊരു അർത്ഥം കാണുമെന്ന് ഞാൻ സ്വപ്നത്തിൽ കൂടി വിചാരിച്ചതല്ല മഹിയേട്ടാ. അവൾക്ക് എത്ര പറഞ്ഞിട്ടും സങ്കടം തീരുന്നില്ല. അവൾ അവൻ്റെ മാറിലേക്ക് മുഖമണച്ചു. അവളുടെ സങ്കടങ്ങൾ എല്ലാം ഒറ്റ നിമിഷം കൊണ്ട് അലിഞ്ഞില്ലാതെയായി. അവൾ ഒരാശ്വാസത്തിനെന്ന പോലെ അവനെ കെട്ടിപ്പിടിച്ചു. അവൻ അവളെ വിടാതെ തന്നിലേക്ക് അണച്ചു നിർത്തി. എല്ലാ സങ്കടങ്ങളും അവൾ പറഞ്ഞു തീർത്തു. ഇപ്പോഴാണ് അവൾക്ക് ആശ്വാസമായത്. മഹിയേട്ടന് തന്നെ മനസ്സിലായല്ലോ. അത് മാത്രം മതിയായിരുന്നു അവൾക്ക് മുന്നോട്ട് ജീവിക്കാൻ. അവൻ അവളുടെ കണ്ണുനീർ തുടച്ചു. ഞാനൊന്ന് ഫ്രഷായി വരാം. നമുക്കൊന്ന് പുറത്തു പോകാം. ഒരു സിനിമയും കണ്ട് പുറത്തുനിന്ന് ഫുഡും കഴിച്ചു വരാം. തൻ്റെ മൈൻഡൊക്കെ ഒന്ന് ശരിയാവുകയും ചെയ്യട്ടെ, അവൻ പറഞ്ഞു. അവൾക്ക് താൻ സ്വപ്നലോകത്തിലാണെന്ന് തോന്നി. അവൾക്ക് സന്തോഷമടക്കാനായില്ല. അവൻ കുളിച്ചിറങ്ങി വന്നപ്പോഴും പല്ലവി അതേ ഇരിപ്പിരിക്കുന്നത് കണ്ടപ്പോൾ അവൻ പുഞ്ചിരിയോടെ അടുത്തു ചെന്നു. നീ ഇങ്ങനെ തന്നെ ഇരിക്കുകയാണോ? ചെന്ന് റെഡിയായിക്കേ, അവൻ പറഞ്ഞപ്പോൾ അവൾ എഴുന്നേറ്റ് ഡ്രസ്സുമെടുത്ത് വാഷ്റൂമിലേക്ക് കയറി. പല്ലവി വാഷ്റൂമിൽ നിന്നും ഇറങ്ങിയപ്പോഴേക്കും മഹി ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്തിരുന്നു. അവൾ അലമാറ തുറന്ന് ആകെയൊന്ന് നോക്കി. സാരി ഉടുത്താൽ മതി. സാരിയിൽ നിന്നെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാ. അപ്പോഴാണ് മഹിയുടെ കമൻറ്റ് വന്നത്. അവൾ ചിരിച്ചുകൊണ്ട് പിങ്ക് നിറത്തിലുള്ള ഒരു സാരിയും അതിന് മാച്ചായ ബ്ലൗസും എടുത്തു വെച്ചു. അവൾ സങ്കോചത്തോടെ മഹിയെ നോക്കി. ഞാൻ നിൽക്കുന്നത് കൊണ്ടാണോടി നീ ഡ്രസ്സ് മാറാത്തത്? നീ മാറിക്കോ, ഞാൻ അങ്ങോട്ടൊന്നും നോക്കുന്നു പോലുമില്ല, അവൻ പിന്തിരിഞ്ഞു നിന്നുകൊണ്ട് പറഞ്ഞു. മഹിയേട്ടന് എനിക്ക് വിശ്വാസമേ ഇല്ല, പുഞ്ചിരിയോടെ തന്നെ അവളും പറഞ്ഞു. എന്നിട്ട് അവൾ സാരി മാറാൻ തുടങ്ങി. ബ്ലൗസിൻ്റെ ഹുക്കിടുമ്പോൾ മഹി തിരിഞ്ഞു നിന്നു. ഞാൻ സഹായിക്കാം, പറഞ്ഞതും അവൻ അവൾക്ക് മുന്നിലെത്തി. അയ്യോ വേണ്ട, മഹിയേട്ടൻ സഹായിക്കാൻ നിന്നാൽ സിനിമ കഴിഞ്ഞേ നമ്മൾ ഇവിടുന്ന് പോകൂ. അവളും വിട്ടില്ല. എന്നാലും അങ്ങനെയല്ലല്ലോ. അവൻ അവളുടെ ബ്ലൗസിന് നേരെ വന്നു. അവൻ അവളെ കെട്ടിപ്പിടിച്ചതും മാറിലേക്ക് മുഖമണച്ചതും പെട്ടെന്നായിരുന്നു. അവൾ പ്രണയപരിവശയായി അവനോട് ചേർന്നു നിന്നു. മാധവി ഫോണെടുത്ത് ഗൗരിയുടെ നമ്പർ ഡയൽ ചെയ്തു. അമ്മായി അപ്പോൾ എന്നെ മറന്നിട്ടില്ല അല്ലേ?
അപ്പുറത്തു നിന്നും പരിഭവം നിറഞ്ഞ ഗൗരിയുടെ സ്വരം കേട്ടു. മോൾക്ക് എന്നെ ഇങ്ങോട്ടൊന്നും വിളിക്കാമായിരുന്നില്ലേ? മാധവിയും പറഞ്ഞു. അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കാര്യങ്ങളെല്ലാം അവർ പങ്കുവെച്ചു. മോളെ, ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് വിളിച്ചത്. അത് കേൾക്കുമ്പോൾ നിനക്ക് സന്തോഷമാകും. മാധവി അതീവ സന്തോഷത്തോടെ പറഞ്ഞു. അമ്മായി പറയുന്നത് എന്താകുമെന്ന് ആകാംക്ഷയിൽ ഗൗരി തൻ്റെ കാതുകൾ കൂർപ്പിച്ചു. മാധവി അന്ന് നടന്ന സംഭവങ്ങളെല്ലാം വള്ളിപ്പുള്ളി തെറ്റാതെ ഗൗരിയെ പറഞ്ഞ് കേൾപ്പിച്ചു. ഗൗരിക്ക് സന്തോഷമടക്കാനായില്ല. അമ്മായി പറയുന്നത് ശരി തന്നെയാണോ? അവൾ ഉത്കണ്ഠയിൽ വീണ്ടും ചോദിച്ചു. ഉവ്വ് മോളെ, നീ എന്നെ വിശ്വസിക്ക്. അവരെ രണ്ടുപേരെയും തെറ്റിക്കാനുള്ള വിദ്യയെല്ലാം ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ കൊളുത്തിയ സംശയത്തിൻ്റെ തിരി മഹിയുടെ മനസ്സിൽ കിടന്ന് ആളിക്കത്തും. നീ നോക്കിക്കോ. മാധവി തൻ്റെ സന്തോഷം മുഴുവൻ പുറത്ത് കാണിച്ചുകൊണ്ട് പറഞ്ഞു. അവൾ എന്തു പറഞ്ഞാലും അവൻ ഇനി വിശ്വസിക്കില്ല. അത്രയ്ക്ക് ഉള്ളതും ഇല്ലാത്തതുമായ കാര്യങ്ങൾ ചേർത്ത് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. മോൾ മാധവിയും തറവാട്ടിലേക്ക് വലതുകാൽ വെച്ച് കയറാൻ റെഡിയായിക്കോ. മാധവി സന്തോഷത്തിൽ പറഞ്ഞു. ശരി ശരി, ഞാൻ വിളിക്കാം. മഹിയുടെ മുറിയുടെ വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടതും മാധവി പറഞ്ഞു. മഹി ദേഷ്യത്തിൽ പുറത്തു പോകുന്നതായിരിക്കും എന്നാണ് മാധവി കരുതിയത്. എന്നാൽ മഹിയുടെ പുറകെ അണിഞ്ഞൊരുങ്ങി വരുന്ന പല്ലവിയെ കണ്ടതും മാധവിയുടെ മനസ്സിൽ 1000 സംശയങ്ങൾ നിറഞ്ഞു. മഹി അവളെ വഴക്കു പറയുകയും അവളുടെ വീട്ടിലേക്ക് പറഞ്ഞു വിടുകയും എല്ലാം സ്വപ്നം കണ്ടിരിക്കുകയായിരുന്നു അവർ. മഹിയും പല്ലവിയും കോണിപ്പടികൾ ഇറങ്ങി താഴെ വന്നു. അവൻ അവളുടെ കയ്യിൽ പിടിച്ചു. പല്ലവി മഹിയുടെ പ്രവൃത്തിയിൽ സന്തോഷിച്ച് അവനെ തന്നെ നോക്കി നിന്നു. അച്ഛാ, ഞങ്ങളൊന്ന് പുറത്തു പോയി വരാം. മഹി കൃഷ്ണനെ നോക്കി പറഞ്ഞു. അയാൾക്ക് ഏറ്റവും സന്തോഷം തോന്നിയ നിമിഷമായിരുന്നു അത്. പല്ലവി മാധവിയെ ഒന്ന് ഒളികണ്ണിട്ടു നോക്കി. മാധവിയുടെ മുഖത്ത് ഇരുണ്ട കാർമേഘങ്ങൾ കുമിഞ്ഞു കൂടിയിരിക്കുന്നു. അത്രയും ദേഷ്യത്തോടെ തന്നെ അവർ പല്ലവിയെ തുറിച്ചു നോക്കി.